കാര്യം ചെയ്യട്ടെ, പെരേരയുടെ ഒരു ഗേൾസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണത്? പെരേര ഫാൻസ് എന്ന് പറയുന്നത് എന്താ സംഭവം? ഗേൾസ് അല്ലാട്ടോ, അത് ബോയ്സ് തന്നെയാ. അത് കാരണം എന്ന് വെച്ചാൽ പെരേര പൊട്ടത്തരത്തിൽ ചെന്ന് ചാടരുത്. അല്ല, ഗേൾസ് അല്ല, അത് എല്ലാ ആണുങ്ങൾ തന്നെയാ. കുശുമ്പല്ല, പക്ഷെ അത് ഗേൾസ് അല്ലാതെ. തനിക്ക് കല്യാണം ഉണ്ടെന്നല്ല, അതൊക്കെ ഫേക്ക് ആണത്. ഒരു കാര്യം എനിക്കൊരു അനുഭവം ഉണ്ടായത്. എന്നെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചിട്ട് പടം വരെ വെച്ച് എന്നെ ഉണ്ടല്ലോ, എന്നെ ബേസ് ചെയ്ത് എനിക്കൊരു പ്രോഗ്രാം കിട്ടി. ആ പ്രോഗ്രാമിൽ എന്നെ പോസ്റ്റ് ചെയ്ത് കിട്ടിയ പരിപാടിയാണ്. പക്ഷെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പരാതിപ്പെട്ടിട്ടില്ല. നമ്മളെ ഷോർട്ട് ഫിലിം അഭിനയിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ ഷോർട്ട് ഫിലിം തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കൊടുക്കട്ടെ, പറയട്ടെ, അതിനെ കുറിച്ച് പറയട്ടെ പുള്ളിയുടെ. നമസ്കാരം. അല്ല, ഒരു കാര്യം പറയട്ടെ. നമസ്കാരം. ആറാട്ടണ്ണന്റെ ലോകം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് കുറച്ച് പേര് ക്രിയേറ്റ് ചെയ്തു. ആറാട്ടണ്ണന്റെ ലോകം ഇല്ലേ, അതിനെ കുറിച്ച് ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട്. കാരണം അണ്ണനെ ആഡ് ചെയ്തിട്ട് അണ്ണന്റെ പേരിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ പെർമിഷൻ വാങ്ങിയിട്ടില്ല. അണ്ണൻ ഇത് കേസ് കൊടുത്തു, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. വീണ്ടും അണ്ണന്റെ പേരിൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ പോലുള്ളവരെ പിടിച്ച് അതിനകത്ത് ആഡ് ചെയ്യുക, വിളിക്കുക, അതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതിനെ കുറിച്ച് അണ്ണൻ നിങ്ങളോട് പറയുകയാണ്. കാരണം അണ്ണൻ അതിൽ ഉണ്ടായിരുന്ന മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അണ്ണന്, അല്ലേ? അപ്പൊ അണ്ണൻ പറഞ്ഞിട്ടും അവർ ആ ഗ്രൂപ്പ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂടെ എന്നെ പിടിച്ച് ആഡ് ചെയ്തു. ഞാൻ ലെഫ്റ്റ് ആയി പോകുന്നു. ബ്രൈറ്റിനെ ആഡ് ചെയ്യും, വിനീത് ഭായിനെ ആഡ് ചെയ്യും, അല്ലെ? അപ്പൊ ലിബിനെ ആഡ് ചെയ്യും. അപ്പൊ ഇതിനെ കുറിച്ച് ആറാട്ടെണ്ണം പറഞ്ഞ് ലിബിൻ ബ്രോയ്ക്ക് കൊടുക്കുക. ആറാട്ടന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലിബിനിലേക്ക് കൈമാറും. ഞാൻ ഇവര് എന്റെ പേരിലാണ് ഗ്രൂപ്പ് തുടങ്ങിയത്. എന്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. ആറാട്ടനും പിള്ളേര് പറഞ്ഞ ലാലേട്ടനും പിള്ളേര് പറഞ്ഞ പോലെ തുടങ്ങിയ ആ പേരിൽ തുടങ്ങിയതാണ് ആറാട്ടൻ ലോകം ഉണ്ട്. ആറാട്ടൻ പിള്ളേർ 2 ഗ്രൂപ്പ് ഉണ്ട്. ഫേസ്ബുക്കിലും ഉണ്ട്, വാട്സപ്പിലും ഉണ്ട്. അപ്പൊ ഇവരൊരു ബേസിക് മര്യാദയാണ് എൻ്റെ പെർമിഷൻ വാങ്ങിക്കുക. എൻ്റെ പേരിൽ തുടങ്ങിയപ്പോൾ ആ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴൊക്കെ ലെഫ്റ്റ് ചെയ്താലോ അപ്പോൾ തന്നെ വീണ്ടും അടിപൊളിക്കുക. അഭിലാഷ് ചാറ്റയുടെ ഒരുപാട് കളിയാക്കിയുണ്ട്. ആയതല്ല, ഒരുപാട് പേര് തുടങ്ങി. ഇവർക്ക് ഒരു തമാശ. ഞാൻ ഇതിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി എനിക്കില്ല, ഇതിനുള്ള ഉത്തരവാദിത്തം എനിക്കില്ല. പിന്നെ വന്നു. ഇപ്പൊ രണ്ടാമത് വീണ്ടും ഈ ട്രാൻസ്ലേറ്റ് പറയുന്ന ആൾ പറയുന്നു അവർക്ക് അശ്ലീല മെസ്സേജ് ഇവർ അയച്ചിരണം എന്ന് പറയുന്നു. ഞാൻ വ്യക്തിയെ കണ്ടിട്ടില്ല. എനിക്കാണ് ഈ 5 പേര് ഒന്നുമില്ല. കാരണം ഞാൻ ഫോൺ നമ്പറും ഇല്ല, സംസാരിച്ചിട്ടും ഇല്ല. ജനങ്ങൾ തന്നെ പറഞ്ഞോ അബദ്ധമായി പോയിന്ന്. കാരണം അണ്ണനൊരു സിനിമ ലുലുമാളി പോകുന്നു, വീട്ടിൽ പോയിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, രണ്ടിടത്ത് എന്താണ് എന്റെ സാഹചര്യത്തിൽ വേറൊരാളാണെങ്കിൽ വല്ല ആത്മഹത്യ. കാരണം അന്ന് വന്നപ്പോഴും എൻ്റെ ഫോട്ടോ ആണ് വലിയ കാണിച്ചത്. ഒരു ദിവസം മുഴുവൻ ചാനലുകളിൽ എൻ്റെ ഫോട്ടോ കാണിച്ചത് ആറാട്ടൻ എന്ന് പറഞ്ഞു. ഇന്നാൾ വന്നപ്പോഴും യൂട്യൂബർ സന്തോഷ് വക്കീൽ പറഞ്ഞാണ് 24 ന്യൂസ്. ഞങ്ങൾ 24 ന്യൂസ്, മനോരമ, ഏഷ്യാനെറ്റ് ഇവർക്കെല്ലാം ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. ട്രാൻസ്ജെൻഡർ, സ്മാർട്ട് പിക്സ് മീഡിയ, മലയാളി വാർത്ത എല്ലാവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുകയാണ്. പക്ഷെ എന്ത് കൊടുത്താലും എന്തിട്ടാലും ഞങ്ങളുടെ പേരാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മോശക്കാരായി. ഞങ്ങളിപ്പോൾ പീഡന പേരാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലുള്ള കമൻറ്റ്സിൽ ചെയ്തത് അങ്ങനെയാണ്, പീഡന പേരമാണ് അങ്ങനെയായിട്ട് അറിയപ്പെടുന്നത്. ഇതിന് ആകെ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇവർ തെറ്റാണ് ഇവർ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം. അങ്ങനെ ഒരു സംഭവം വന്നാൽ മാത്രമേ ഈ നിയമം മിസ്യൂസ് ചെയ്യാൻ നിർത്തുള്ളൂ. ഇത് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കണം.
ഇല്ല ഏറ്റവും പോപ്പുലാരിറ്റി എനിക്ക് എൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഇരിക്കില്ല. അങ്ങനെയാണെങ്കിൽ സംഭവങ്ങൾ വേറെ രീതിയിൽ പോയാണ്. ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ മദർ ഉണ്ടായതുകൊണ്ടാണ്, എൻ്റെ മദറിനെ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ അതുകൊണ്ട് ചിന്തിക്കാത്തത്. സൗഹൃദങ്ങൾ തെറ്റിക്കുന്നതല്ലേ ഇവരെ പരിപാടി? ഈ ഗ്രൂപ്പുകാരെ പരിപാടി ആ ഗ്രൂപ്പിനെ കുറിച്ച് ലിബില്ലി പറയും. ആ ഗ്രൂപ്പിനെ കുറിച്ച് ലിബില്ലി പറയും. ഒരു ഗ്രൂപ്പ് തുടങ്ങിയില്ല, ഗ്യാസ് ഗ്രൂപ്പ്, അതിനെ കുറിച്ച് പറയാം. നീ അത് കണ്ടൂല്ലേ? ഞാൻ ലിബില്ലി അപ്പൊ പറയാൻ വന്നത് വേറെ ഒന്നല്ല. ഇപ്പൊ നിരഞ്ജന കേസിൽ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാലും ഞാൻ വന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിരഞ്ജന ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ആറാട്ടന്റെ ലോകം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അതിൽ കുറേ തവണ ആളെ കയറ്റി അവഹേളിച്ചു എന്നൊക്കെ പറയണ്ടേ. സത്യമാണ് ആ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരു ഇരകളാണ് ഞാനും ആറാട്ടനും പെരേര ബ്രൈറ്റ് എല്ലാവരും അതിൽ ഇവർക്കിത് തമാശ. ജോലി കൂലി ഇല്ലാണ്ട് നടക്കണ കുറെ ചെറുപ്പക്കാര് പിള്ളേര്, ഈ എന്താ പറയാ ഇപ്പൊ തിന്ന് നടക്കണ കുറെ പേരില്ലേ, അങ്ങനെയുള്ളവന്മാര് വെറുതെ നേരം പോക്കിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ആറാട്ടന്റെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അതിൽ 100 തവണയെങ്കിലും ഞാൻ ലെഫ്റ്റ് ആയി പോന്നിട്ടുണ്ട്. എന്നാലും ലെഫ്റ്റ് ആയി പോന്നാലും ഇവരെ ആഡ് ചെയ്യും, വീണ്ടും ആഡ് ചെയ്യും, അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ട് തരും, കേറ് അതെ ഇത് തന്നെ. അതായത് എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് ഫുഡ് ഡെലിവറിയാണ് ജോലി. ഞാൻ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന്മാര് വിളിച്ച് ഈ തെറിയുടെ മേനെയാണ്. അതായത് രാത്രി 2 മണിക്കൊക്കെ വിളിച്ച് തെറി പറയാം. അത് നമ്മൾ തിരിച്ച് തെറി പറയുമ്പോ നമ്മൾ പറയണ ഭാഗം മാത്രം ഭയങ്കര. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എനിക്ക് ഒരു ആക്സിഡന്റ് ഒരു സംഭവം പറ്റിയായിരുന്നു, എടപ്പള്ളിയിൽ വെച്ച് പറ്റിയായിരുന്നു. അപ്പൊ അതില് കഴിഞ്ഞപ്പോ ഇവന്മാര് കുറച്ച് പൈസ കൊണ്ടുവന്ന് തന്നു. അതായത് അന്ന് കാര്യം പറഞ്ഞാൽ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നും ഉണ്ടായില്ല. കാരണം ഗവൺമെന്റ് ആശുപത്രിയിൽ ക്ലെയിമുള്ള എനിക്ക് എന്ത് പൈസയുടെ ആവശ്യം വരാനാണ്? എന്നാലും ഇവന്മാർ ഞാൻ പറഞ്ഞു പൈസ വേണ്ട, കാരണം ഞങ്ങൾക്കറിയാം, അതായത് എനിക്കും അറിയാം എൻ്റെ അമ്മയ്ക്കും അറിയാം, പൈസ വാങ്ങി കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം ഇവന്മാർ കണക്ക് പറയും. പറഞ്ഞ പോലെ തന്നെ കണക്ക് ഇവന്മാര് പറഞ്ഞു. അത് തന്നതല്ലേ നിങ്ങൾക്ക്, എന്ത് പൈസ തന്നതല്ലേ, പിന്നെ അതിന് എന്നിട്ട് നിങ്ങൾ തെറി വിളിക്കണം എന്തിനാന്ന്? സത്യം പറഞ്ഞാൽ തെറി വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവരുണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ ബൈക്കിലൊക്കെ അമ്മമാര് പറഞ്ഞ തെറി അമ്മമാര് ഇടില്ല. നമ്മള് തിരിച്ചു പറഞ്ഞ തെറി അമ്മമാര് ഫേസ്ബുക്കിലിടും. അതന്നെ, അമ്മർക്ക് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, ആറാട്ടന്റെ ലോകം ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാവരും എന്നെ വിളിക്കുന്നത് കരടിന്ന്, ആട്ടയത്തിനെ വിളിക്കുന്നത് എന്തർത്ഥത്തിലാ പറയണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് പക്ഷെ ഈ പറയണവന്മാര് കരിങ്കോരങ്ങിനെ പോലെ ഇരിക്കണവന്മാര് വേറെ കാര്യം. തിരിച്ചു നല്ല വർത്തമാനം പറയും. കാരണം ആരും കേട്ടിരിക്കേണ്ട കാര്യം ഞാൻ പറയും നമ്മള് ഈ വണ്ടി ഓടിക്കുന്നതിന്റെ സമയത്താണ് ഇവന്മാര് നേരെ വരുമെന്നല്ല ഈ ഫേസ്ബുക്കിൽ ഉണ്ടാക്കല് മാത്രമേ നേരിട്ട് വരാനുള്ള ഓരോ ഉറപ്പ് വരുത്തുന്നില്ല. അത് കഴിഞ്ഞ് ഈ ഇപ്പൊ ഞാൻ പറയാം, ഞാനിങ്ങനെ ജോലി ചെയ്യണതിന്റെ ഇടയ്ക്ക് ഇവന്മാര് വിളിച്ച് ശല്യമായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു, അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ. അങ്കമാലി സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഒരു പിണ്ണാക്കോ ആ സ്റ്റേഷനിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു നീതി എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ആക്ഷൻ അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, മാനസികമായിട്ടും എല്ലാം മാനസികമായിട്ട് പീഡിപ്പിക്കുന്നതായത് തന്നെയാ സമൂഹത്തില്. അതേപോലെ തന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടാത്ത കാരണം ഞാൻ അവസാനം പോലീസ് സ്റ്റേഷനിലിട്ട് ഇവന്മാരെ തല്ലേണ്ട ഒരു അവസ്ഥ വന്നു. അല്ല ഇതാണ് പറയണേ, പോലീസ് സ്റ്റേഷനിൽ എനിക്ക് നീതി കിട്ടാത്ത കാരണം സ്റ്റേഷനിലിട്ട് വരെ തല്ലിയത് ഞാൻ അവന്മാരെ. കാരണം നമ്മുടെ ടെൻഷൻ കയറ്റി അവസാനം തല്ല് വാങ്ങണ ഒരു പരിപാടി. വൃത്തിയുടെ ഗ്രൂപ്പ് തന്നെ പറയാം. ആ ഗ്രൂപ്പിലെ കൊണ്ട് ഇട്ട് നമ്മളെ പെടുത്തിയതാണ്. നമ്മള് കൊടുത്തൊന്ന് എനിക്കും സന്തോഷം മാത്രമേ ഈ നമ്പേഴ്സ് ഉള്ളൂ കടമ്പയുടെ. പക്ഷെ ഇത് ഇങ്ങനെ തപ്പിക്കൊണ്ട് പിടിച്ച് ഇടുന്നു, അത് തെറ്റാണെന്ന് മാത്രം പറയാം. കാരണം ഈ ആർട്ടിസ്റ്റ് അസോസിയേഷനിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഈ ആട്ടയത്ത് വരെ ആർട്ടിസ്റ്റുമായിട്ട് ഗ്രൂപ്പ് ഉണ്ട്,
മനസ്സിലായോ? ഇത്രേ പറയാനുള്ളൂ. അത് വേറെ ഒന്നല്ല, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇമാതിരി ഒരു നമ്മളെ മാത്രം അതില് എടുത്തു പറയേണ്ട ആൾക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ ഒരു രോഹിത് എന്ന് പറഞ്ഞവനുണ്ട്, ഒരു നിതീഷ് എന്ന് പറഞ്ഞവനുണ്ട്, സജാദ്. അവൻ ഒരു മാന്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വലിയ രീതിയിൽ എങ്ങനെയാന്ന് പറഞ്ഞു എനിക്ക് അവനെ കൊണ്ട് സജാദ് ബ്രൈറ്റിനെ കളിയാക്കൽ അങ്ങോട്ടും അതൊക്കെ നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഈ എങ്ങനെ പറയാം, ഇപ്പൊ അമ്മയ്ക്ക് വിളിക്കലും ഇന്നലെ തന്നെ അനൂപ് ബ്ലോഗ്സിന് അമ്മയ്ക്കൊപ്പം എന്റെ അഭിപ്രായം നിതീഷ് സജാദ് അങ്ങനെ ഒരു തെറി തെറ്റാണ് തെറി പറഞ്ഞിട്ടില്ല. മറ്റുള്ള മെമ്പേഴ്സ് ഞാൻ കേട്ടിട്ടില്ല. പോലീസ് ഇടപെട്ട് ഈ ഗ്രൂപ്പ് എന്നെ DGPയുടെ ഓഫീസിൽ നിന്ന് വരെ വിളിച്ചായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ പരാതി കൊടുത്തിട്ട് അവരെ വിളിച്ചിട്ട് അവർക്ക് ഒരു ന്യായം കാരണം ഇത് പ്രശ്നം തുടങ്ങി ഹേമ കമ്മിറ്റി വന്നപ്പോൾ സിനിമ നടന്മാരെ തേജോനം ചെയ്യാനും നമ്മളെ കുറച്ചുകൂടി കരിവാരി തേക്കാനും. കാരണം സന്തോഷ് വർക്കിക്ക് എനിക്ക് കുറച്ച് പേരുണ്ട്, സിനിമാക്കാരുടെ കമ്പനി ഉണ്ടതുകൊണ്ട് ആ കമ്പനി പൊട്ടിക്കാൻ വേണ്ടിയാണ് ഇവർ കളിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ വനിതാ തിയേറ്ററിൽ പടം കാണാൻ വന്നവരെല്ലാം അവരൊരു കോമാളികളാണ് അവരുടെ ഒരു വിചാരം. നമ്മുടെ ജിതിൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവന് എന്തിനു വന്നതെന്നറിയോ, കങ്കുവ എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തു. കങ്കുവ. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കഴിഞ്ഞ പുഷ്പ ചെയ്തു. ആൾക്കാർക്ക് സിനിമയിൽ എത്തുക എന്നുള്ളതല്ല, ഇത് പുഷ്പ ചെയ്തു, കങ്കുവ ചെയ്തു, സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്നതെന്ന് പറഞ്ഞ സന്തോഷം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അത് കണ്ട് ജിസ് ജോയ് വരെ അടുത്ത പടത്തിലേക്ക് വിളിച്ചു. കോമാളികളല്ല, അവിടെ വന്നിട്ട് ഒരു സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുന്ന കോമാളിത്തരങ്ങളല്ല. ആ പുള്ളിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എങ്ങനെയാണ് സിനിമയിൽ കാരണം ഇതാണ് കാണിക്കുന്നത്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരാളെ വേദനിപ്പിച്ചിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക അല്ലണ. ഈ ന്യൂസ് വരുന്ന തലേ ദിവസം അനൂപ് ജാങ്കോൻ ആള് എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, നിങ്ങളധികം സന്തോഷിക്കേണ്ട, നിങ്ങൾക്ക് പണി വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം പ്ലാൻഡാണ്. ഇതിപ്പോൾ ആട്ടായാലും ഞാനായാലും പെരേര ആയാലും ബ്രൈറ്റ് ആയാലും ഞങ്ങൾ കുറച്ച് ഫേമസ് ആയി അങ്ങനെ വരുന്നത് ഇവർക്ക് സഹിക്കാൻ വയ്യ. ഇത് പിന്നെ ഒരു അസൂയ സംഭവം നടന്നിരിക്കണം. ഇതിൽ എൻ്റെ പേര് ആഡ് ചെയ്താണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത്. അത് അവസാനം വന്നാണ് ഓൺലി പബ്ലിസിറ്റി. രണ്ടിടത്തും എൻ്റെ ഫോട്ടോ ആണ് മെയിൻലി ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, പത്രത്തിൽ വരാണ് എന്റെ ഫോട്ടോ വെച്ച് എന്റെ പേര് മനോരമ പത്രത്തിൽ. എന്തായാലും ഇവർക്ക് അത് ഡിഫമേഷൻ കേസ് കൊടുക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. ഇത് നമുക്ക് ചീത്തപ്പേരുണ്ട്, നല്ല പേരല്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പേര് ഇനി ഞങ്ങൾ നിഷ്കളങ്കം പ്രൂവ് ചെയ്യുമ്പോൾ ഒരു മീഡിയ ആരും ഉണ്ടാവില്ല. ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഇരയുടെ ചിത്രം ഇങ്ങനെ സാധാരണ മറ്റേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കില്ല, വീഡിയോ പബ്ലിഷ് ചെയ്യില്ല. പക്ഷെ ഇത് വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്റർവ്യൂ ഓൺലൈൻ മീഡിയക്ക് പകരം ന്യൂസ് ചാനലാണ് കൊടുക്കുന്നത്. പിന്നെ FIR കിട്ടാതെയാണ് സ്മാർട്ട് പിക്സ് മീഡിയയിൽ കാണിച്ചത്. പെരേരയുടെ ഒരു ഗേൾസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണത്? പെരേര ഫാൻസ് എന്ന് പറയുന്നത് എന്താ സംഭവം? ഗേൾസ് അല്ലാട്ടോ, അത് ബോയ്സ് തന്നെയാ. അത് കാരണം വെച്ചാ പെരേര പൊട്ടത്തറത്തിൽ ചെന്ന് ചാടരുത്. അല്ല, ഗേൾസ് അല്ല, അത് എല്ലാ ആണുങ്ങൾ തന്നെയാ. കുശുമ്പല്ല, പക്ഷെ അത് ഗേൾസ് അല്ലാതെ. തനിക്ക് കല്യാണം ഉണ്ടെന്നല്ല, അതൊക്കെ ഫേക്ക് ആണത്, തന്നെ പറ്റിക്കുന്നത്. എടാ, തനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ അത് ഫേക്കാണ്. താനിന് ആത്മഹത്യ ചെയ്യും. തനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞ തന്റെ കല്യാണം ഉണ്ടോ സണ്ണി? ഫേക്ക് ഐഡിയ ആണ് അതൊക്കെ കേട്ടോ. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അടുത്തൊരു മാർച്ച് 6-നുള്ളിൽ കല്യാണം. കാതൽ പോലെ ആവരുത്. അല്ല, മെസ്സേജ് ആണ് ഞെട്ടും. ലവ് ചിഹ്നൊക്കെ ആന്റണി ഇതൊക്കെ നടക്കുമോ? വിളിച്ചില്ലേ എടോ, ഇന്നലെ രാത്രി തെറി വിളിച്ചില്ലേ? ഒരു 2 ആഴ്ചക്കുള്ളിൽ കോമഡി അല്ല, നമ്മുടെ ലൈഫാണ്. ലൈഫിൽ കയറി ട്രാൻസ്ഫോർമർ ഇടപെടുന്നത് ശരിയല്ലെന്ന് ഞാൻ പറയുന്നു. പിന്നെ ബ്രൈറ്റ് പറയുന്നു.
അവസാനമായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിൻ ബ്രോ പറഞ്ഞ പോലെ തന്നെ ആറാട്ടെണ്ണന്റെ അനൂപ്, ജാങ്കോ, പിന്നെ രോഹിത്തിനൊക്കെ വിനീതേട്ടൻ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേ. അന്ന് എല്ലാവർക്കും നമുക്കിട്ട് ഒന്ന് പണിയണം, അതിനുവേണ്ടിയാണ് അവർ ചെയ്തത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നിയമത്തിനെയും ജനങ്ങളെയും വരെ പറ്റിച്ചു. പല ആൾക്കാരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിപ്പുണ്ട്. ഒരു പുള്ളിക്കാരി എന്നെ നേരിട്ട് പോലും അറിയാത്തൊരു പുള്ളിക്കാരി ഒരാളോട് പറഞ്ഞതാണ്, ബ്രൈറ്റും ആറാട്ടെണ്ണനാണ് അത് ചെയ്യും. ഈ റിയയുടെ വിഷയത്തിൽ ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് റിയക്കെതിരെ പരാതി കൊടുക്കാൻ ഒന്നുമില്ല. അപ്പൊ ഇവരെ നിയമത്തിന് ഞാൻ പറഞ്ഞു, ഇവര് പറഞ്ഞു ഞങ്ങള് പവർ ഗ്രൂപ്പ് ആണെന്ന്. ശരിയാ, ഞങ്ങള് പവർ ഗ്രൂപ്പ് തന്നെ. ഈ 5 പേർക്കെതിരെ ഇത്രയും വിഷയം അല്ലെ, ഞങ്ങളെല്ലാരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിങ്ങളെല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മറക്കത്തില്ല. കാരണം ഈ നിരഞ്ജന എന്ന് പറഞ്ഞ ആളെ അകത്താക്കണം, ഇങ്ങനെയുള്ള സാമൂഹിക വിപത്ത്. അതുമല്ല പിള്ളേരിലേക്ക് MDMA കച്ചവടം ചെയ്ത്. ഇത് ശാലിം പറയണം, അദ്ദേഹം പറഞ്ഞ റെക്കോർഡ് അടക്കം നമ്മളെ ഉണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ട് സർജറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ എടുത്തപ്പോഴത്തേക്കിനും ഇങ്ങനെ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ട് നിയമ നടപടികൾ എടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾ അനുഭവിച്ച അന്നത്തെ ഒരു വേദനയുണ്ട്. ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വിളിച്ചു, വീട്ടുകാരെ വിളിച്ചില്ല, വീട്ടുകാർക്ക് എന്താണെന്നറിയാം. പക്ഷെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വിളിച്ചു പരിഹസിക്കാനായിട്ട്. പക്ഷെ ഞാൻ പറയാണ്, ഞങ്ങളെ പോലുള്ളവർക്ക് നീതി വേണം. ഇതേപോലെ ഇനി സംഭവിക്കാൻ പാടില്ല. ഈ കേരളത്തിൽ പാടില്ല. അതെനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യമുണ്ട്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നം വന്നപ്പോൾ എന്റെ പണം വരെ വെച്ചൊരു പ്രോഗ്രാം എനിക്ക് തന്ന. അപ്പൊ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ സത്യമാണെന്ന് കരുതി ഇവരെല്ലാം എന്നെ നിന്ന് ഒഴിവാക്കി. അങ്ങനെ മാനസിക എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ. സത്യം പറഞ്ഞ ഈ നിരഞ്ജന കേസ് വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. പിന്നെ ഒരു കാര്യം, റിയ എന്ന് പറഞ്ഞൊരു കുട്ടി നേരത്തെ ഇവന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തൊരു സംഭവം എല്ലാവർക്കും അറിയാൻ മീഡിയയിൽ വന്നു. ഈ ഇട ആ കുട്ടി ഇവനൊരു വോയിസ് അയച്ചു. ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് പോകണ്ട, ഓക്കെ, നല്ല കാര്യം. പക്ഷെ ആ വോയിസ് ഇട്ട ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കും. കാരണം നീ ഒരിക്കലും എന്നെ പീഡിപ്പിച്ചിട്ടുമില്ല. അത് ഞാൻ എന്തോ ഒരു എന്താ പറയാ ഏതൊരു ചാനലിന് വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം, ഈ റിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ പെരേരയ്ക്ക് തെറിയായിരുന്നു, ബ്രൈറ്റിന് തെറിയായിരുന്നു, എനിക്ക് തെറിയായിരുന്നു, അല്ലെ? എന്തോ അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു ചാനൽ മാത്രമേ അതിനെതിരെ അങ്ങനെയാണ് ആ കുട്ടി പറയുന്നത്. അപ്പൊ ഒരു കാര്യമുണ്ട്, പ്രഷറുടെ കാര്യം, ചെയ്യാത്ത തെറ്റിന് വരെയാണ് ആൾക്കാർ തെറി വിളിക്കുന്നത്. അല്ല പെരേരെ, ചെയ്യാത്ത തെറ്റിന് വരെ. ഈയിടെ അനൂപ് ബ്ലോഗില് ഈ വോയിസ് ഇട്ടപ്പോഴാണ് കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുകയാണ്. ഒരു ചേച്ചി ചോദിച്ചു, അതൊക്കെ തെറ്റാ, അത് ചുമ്മാ പറഞ്ഞായിരുന്നില്ലെന്ന്, അതായത് ക്രിയേറ്റ് ചെയ്തായിരുന്നില്ല, ഞങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുകയായിരുന്നു. പെരേര അങ്ങനെ ചെയ്തത്. അവിടെ എൻ്റെ പൊന്നെ വെച്ചാൽ അങ്ങനെ സംഭവമൊന്നുമില്ല. അവൻ ഡാൻസ് കളിച്ചു, കുറെ വീഡിയോസ് പോസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അവളെന്തോ റീച്ചിന് വേണ്ടി എന്ത് സംഭവം പറഞ്ഞാണ്. നിരഞ്ജന കേസ് ഫേക്കാണ്, ഫേക്ക് തന്നെയാണ്. കേൾക്കുമ്പോ തന്നെ ആൾക്കാര് കേട്ടില്ല, മഞ്ഞപ്പത്രക്കാരും മീഡിയക്കാരും പറഞ്ഞിട്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്താണ് അത് ആദ്യം കൊണ്ടുവന്ന അല്ല, ഈയുടെ ആദ്യം ആരെ കൊണ്ടുവന്ന വീഡിയോ ഇട്ടതാ? ഏത് ചാനലാണ് അത്? സ്മാർട്ട് ബിഗ് മീഡിയ. അതൊരു സംഭവമുണ്ട്, ഇവന്റെ ഭാഗത്തൊരു തെറ്റുണ്ട്. എന്തായാലും ഒരു കാര്യം, നിങ്ങൾ ഇനിയെങ്കിലും ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക. ഞങ്ങളെ പോലുള്ളവരെ കളിയാക്കാണ്ട് തെറി വിളിക്കാണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാം. ഇത് പറഞ്ഞ എന്റെ കേസ് മാത്രമല്ല, ഒരുപാട് ഫോൾസ് അലിഗേഷൻസ് വരുന്നുണ്ട്. പേരിൽ വന്നു. ഇത് ചിലർക്ക് ചില സെക്ഷന് അനുകൂലമായി കൊടുക്കുന്ന നിയമങ്ങൾ മിസ്യൂസ് ചെയ്യാം. ഇതുകൊണ്ട് പലരുടെ ജീവിതം വെച്ച് കളിക്കണം. ഇപ്പോൾ ഈ ഗ്രൂപ്പാണെങ്കിലും, ആരാട്ടണ പിള്ളേ ഗ്രൂപ്പാണെങ്കിലും അവർക്ക് തമാശയാണ്. പക്ഷേ അവർ ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കണം. ഇങ്ങനത്തെ ഫോൾസ് അലിഗേഷൻസ് കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടം വേറൊരാൾക്ക് ഉണ്ടാവരുത്. ആ ഗ്രൂപ്പ് വേണ്ട, അത് നേരത്തെ പറഞ്ഞതാണ്. ആ ഗ്രൂപ്പ് വേണ്ട, ഞാൻ കംപ്ലൈന്റ് കൊടുത്താണ്. ഇനി ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം വേറെ ആൾക്ക് ഉണ്ടാവരുത്. ഈ ഫോൾസ് അലിഗേഷൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, വാട്സ്ആപ്പ് അല്ല. ഇന്നിപ്പോ ഈ കേസ് വന്നപ്പോൾ ഞങ്ങൾ 5 പേരിൽ ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞങ്ങൾക്ക് എല്ലാ രീതിയിലും നഷ്ടങ്ങളുണ്ടായിരിക്കണം. ഈ ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. അത് നിർത്താം. മൈൻഡപ്പ് വിനീത് ഭായിക്ക് എന്താ പറയാനുണ്ട് ലാസ്റ്റ് ആയിട്ട്? ഇതിന്റെ കേസിന്റെ ആസ്പദമായി വന്ന ആളാണ് വിനീത് ഭായി, അറിയാലോ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പേരിൽ വരുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഇവരാരും ഈ പറഞ്ഞ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല.
ഈ നിമിഷം വിനീത് ഭായ് ബ്രൈറ്റ് കണ്ടിട്ടുണ്ടോ? ബ്രൈറ്റും കണ്ടിട്ടില്ല. കണ്ടോ? അപ്പൊ വിനീത് ഭായ് മാത്രമാണ് വ്യക്തിയെ കണ്ടിട്ടുള്ളൂ. എൻ്റെ സ്ഥാപനത്തിൽ ഇവർ ഈ പറഞ്ഞ ഡാനിയൽ സേബർ വന്നു. അങ്ങനെയാണ് ഇവൻ വഴിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ എനിക്കെതിരെ ഈ വന്ന ആരോപണങ്ങൾ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം ഞാൻ ഇതിൽ കുറ്റക്കാരനാവാൻ ഞാൻ തയ്യാറല്ല. കുറ്റക്കാരനല്ലെങ്കിൽ ഞങ്ങളെ അത് 24 തന്നെ അത് പറയണം. 24 പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള മരവാഴകളെ റിപ്പോർട്ടർമാരായിട്ട് വയ്ക്കരുത്. വ്യക്തമായിട്ട് മാധ്യമധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വയ്ക്കാൻ തീർച്ചയായിട്ടും നല്ല മീഡിയസുകാരെല്ലാം നല്ലവരാണ്. ഇതുപോലെ ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ.